ഈ തുറന്നിട്ട വാതിലിന്റെ അവിടെ നിന്നിട്ട് എന്തേ മനുഷ്യന്മാരെ ബെല്ലടിച്ചോണ്ട് കേറിയും. അല്ല അതൊരു സാമാന്യ മര്യാദയല്ലേ? മര്യാദ തേങ്ങയുടെ മൂട്. എന്താ യൂസഫ് അലി, ഷൂട്ടിങ്ങിനൊന്നും പോകണ്ടേ? എന്താ യൂസഫ് അലി സമയത്ര ഇറങ്ങണ്ടേ? നമ്മൾ തിരക്കൂട്ടിട്ട് തരാതിട്ട കാര്യം റെയിൻബോയോ അഡ്മിഷൻ ആയി എത്തില്ലല്ലോ. ഓല് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ അവരെന്ന് വിളിക്ക്, അവരെവിടെ എത്തിയെന്ന് ചോദിച്ചു നോക്കണ്ടേ? അങ്ങനെ ആയാൽ പറ്റുമോ? ഹലോ, ആ ആ എനിക്കറിയില്ല. എന്നാൽ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. ഇനി കൂട്ടിയിട്ട് നിങ്ങളെ വക ഇനി എന്താ പ്രശ്നം? വേറെ എന്തെങ്കിലും ഇടാ കൂടെ ഉണ്ടോ? അതൊന്നുമില്ല യൂസഫ് അലി, എൻ്റെ പേരക്കുട്ടിയെ വിളിച്ചതേ. അവൾക്കൊരു സംശയം, കിറ്റിൻ്റെ സമരവും ഉപ്പ് സത്യാഗ്രഹവും എന്താണെന്ന്. അനക്ക് വല്ല പിടുത്തോണ്ടോ? ഇതൊന്നും അറിയില്ല കൂട്ടേട്ടാ. നിങ്ങൾക്ക് പണ്ട് സ്കൂൾക്ക് വിട്ട സമയത്തേ മൂച്ചിമ്മ കല്ലെറിഞ്ഞ് നടക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു. നിന്ന് കലാപ്രസംഗം പറയാതെ ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്. അയാളൊരു വയസ്സായ ആളല്ലേ, അതെന്താ ഈ ചിന്തിക്കാത്ത? ആർക്കാണ് തൻ്റെ വയസ്സായത്? എനിക്കോ? എന്താ തീരെ കണ്ടു കണ്ടില്ല എനിക്ക്? എന്താ ഞാനൊരു പറയുക? ആയിക്കോട്ടെ ചെറുപ്പക്കാരൻ കുറിപ്പ്, തല നിറച്ച് കുമ്പള ഞാൻ കാണുന്നില്ലേ? ഇടയ്ക്കൊന്ന് കണ്ണാടിയിൽ നോക്കണ്ടേ, അപ്പോൾ മനസ്സിലാവും. ഈ രണ്ട് തന്താരം കൂടി ഞാൻ കുടുങ്ങി. ഈ കുരിപ്പളയും കൂടി ഞാൻ എന്താ കാട്ടുക? ചെങ്ങായി ചിലക്കാതെ ജെ അനക്ക് അറിയിച്ചെങ്കിൽ പറഞ്ഞോണ്ടാ. ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാലോ. ഞങ്ങളെ മാതിരി സ്കൂൾക്ക് വിട്ടേക്കിനെ മൂച്ചുമറിയാൻ പോയിട്ടൊന്നുമില്ല. എന്താണ് ചെങ്ങായി ഇതിൽ ഇത്ര കളിയാക്കി ചിരിക്കാനുള്ളത്? ഓനെ സ്കൂൾ പറഞ്ഞു വെച്ചപ്പോഴേ ഓൻ മൂച്ചിമ്മിൽ കല്ലെടുത്തറിയാൻ പോയില്ല. അതിനിപ്പോൾ എന്തത്ര വലിയൊരു കോമഡി? എടാ പിരാല്ല, ഞാൻ ചിരിക്കാൻ കാരണം എന്താ അറിയോ? അവരെ പടിയില്ലാതെ ശരിക്കൊന്നും നിൽക്കാൻ വയ്യ, എന്നിട്ടല്ലേ മൂച്ചപ്പോൾ കല്ലെറിയാൻ പോണത്. ശോ, വേണ്ടായിരുന്നു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി കൂട്ടേട്ടാ. അതായത് ഈ കിറ്റിൻ്റെ സമരം എന്നറിയേ 2019 കൊറോണ ഉണ്ടായത്. 2020 മൊത്തം ബ്ലോക്കായി, ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ. ആ സമയത്ത് ഇവിടെ ആളുകൾക്ക് ഭക്ഷണത്തിന് ഒരു ഗതി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ജനങ്ങളെ കൂടി പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് സർക്കാർ എല്ലാ വീടുകളിലേക്കും ഓരോ കിറ്റ് കൊടുത്തയച്ചു. ഈ സമരത്തിനാണ് കിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയാലോ? അല്ലേ യൂസഫില്, അങ്ങനെയാണെങ്കിൽ ഈ ഉപ്പ് സത്യാഗ്രഹം എന്താ? അത് പിന്നെ ഈ കൊറോണയുടെ ബേജാറിൻ്റെ ഇടയ്ക്ക് ഈ കിറ്റ് സെറ്റ് ചെയ്ത സമയത്ത് കിറ്റിൽ എല്ലാ സാധനങ്ങളും വെച്ചു. അരി, പഞ്ചസാര, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, അങ്ങനെ സകല സാമഗ്രികളും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഉപ്പ് വെക്കാൻ മറന്നുപോയി. ഉപ്പില്ലാതെ ഈ സാധനങ്ങൾ കിട്ടിയിട്ട് കാര്യമല്ലോ. അതിൽ പിന്നെ ജനങ്ങൾ ഒരു സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഉപ്പ് സത്യാഗ്രഹം. പൊട്ടന്മാര് പൊട്ടന്മാർ ലോക പൊട്ടനാണ്.